കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മണ്ഡലമാണ് കോവളം. കോവളത്ത് സ്ഥാനാർത്ഥി നിർണയത്തെപ്പറ്റി വളരെ തിരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടുള്ള ചർച്ച തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ വിവാദമായ ഒരു സീറ്റാണ് കോവളം. വർഷങ്ങളായിട്ട് ശ്രീ ഡോക്ടർ എ നീലലോഹിതദാസ് നാടാർ റെപ്രസെൻ്റ് ചെയ്തിരുന്ന ഒരു മണ്ഡലവും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലം എന്നുള്ള രീതിക്കും നാടാർ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം എന്നുള്ള രീതിക്കും കോവളം എന്നും ശ്രദ്ധേയമായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി LDFൻ്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് തിരിച്ചു പിടിച്ചത് ഇപ്പോഴത്തെ കോൺഗ്രസ് MLA എ വിൻസെൻ്റാണ്. 14 ഈ ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 13 മണ്ഡലവും LDFനോടൊപ്പം പോയപ്പോൾ കോവളം മണ്ഡലം മാത്രമാണ് UDFനൊപ്പം നിന്നത്. അതിൽ കേരള കാമരാജ് കോൺഗ്രസ്സിന് കൊടുത്ത സീറ്റായിരുന്നു NDA. കേരള കാമരാജ് കോൺഗ്രസ്സിനായിരുന്നു ഈ സീറ്റ് കൊടുത്തിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് NDAയിൽ നിന്ന് ഒത്തിരി വോട്ടുകൾ ചോർന്നതായി BJP സംശയിക്കുന്നുണ്ട്. അങ്ങനെയാണ് വിൻസെൻ്റ് തിരുവനന്തപുരത്ത് ജയിച്ചത്. വീണ്ടും കോവളത്ത് സ്ഥാനാർത്ഥി നിർണയം വരുമ്പോഴത്തേക്ക് വിൻസെൻറ്റിൻ്റെ പേരില്ലാതെ മറ്റൊരു പേര് എന്തായാലും കോൺഗ്രസ്സിൽ ഉയർന്നു കേൾക്കുന്നില്ല. മാത്രമല്ല, കോൺഗ്രസിൻ്റെ 2 സീറ്റ് ഒഴികെ ബാക്കി എല്ലാ കോൺഗ്രസിൻ്റെയും സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കണം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അതുകൊണ്ട് വിൻസെൻ്റ് തന്നെയാണ് സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ വർക്ക് കോവളത്ത് തുടങ്ങിക്കഴിഞ്ഞു. NDA സ്ഥാനാർത്ഥി ആരായാലും NDAയുടെ ജയിക്കുന്ന മണ്ഡലം എന്നുള്ളൊരു പ്രതീതി അവിടെ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഘടകകക്ഷികൾക്ക് കൊടുക്കാനാണ് സാധ്യത. എന്നാലും BJP മത്സരിക്കുകയാണെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതിനെ പറ്റിയിട്ട് ഒത്തിരി അഭ്യൂഹങ്ങൾ നടന്നു വരുന്നു. പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ റൂഫസ് ഡാനിയലിൻ്റെ മകൻ ശ്രീ ഭഗത് ഡാനിയലായിരിക്കും LDFൻ്റെ കോവളത്തെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അദ്ദേഹം RJDയിലായിരുന്നു. RJDക്ക് സീറ്റ് നിഷേധിച്ചതുകൊണ്ട് INJDയിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട്. INJDക്ക് ആ സീറ്റ് കൊടുക്കാനാണ് CPMൻ്റെ തീരുമാനം. അപ്പോൾ ആ വേക്കൻസിയിൽ ഇന്ത്യൻ നാഷണൽ ജനതാദളിൻ്റെ INJDയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ ഭഗത് റൂഫസ് കോവളത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാവുമ്പോൾ പോരാട്ടം കടുക്കുകയാണ്. നാടാർ സമുദായ അംഗങ്ങൾ തമ്മിലുള്ള മുന്നണി പോരാട്ടത്തിൽ BJPയും NDAയും വെറും നോക്ക് കുത്തികളായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം BJPക്ക് ആദ്യകാലം തൊട്ടേ വളരെ വേരോട്ടമുള്ള ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ് കോവളം മണ്ഡലം. അവിടെ BJP പിടിക്കാൻ പോകുന്ന വോട്ടുകൾ കോൺഗ്രസ്സിന് കിട്ടേണ്ട വോട്ടുകളായിരിക്കുമെന്നും അത് കോൺഗ്രസ്സിന് നല്ലൊരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞാൽ ശ്രീ ഭഗത് റൂഫസ് കോവളത്ത് നിന്ന് വിജയിയാകാനാണ് സാധ്യത. നന്ദി, നമസ്കാരം.